ഹലോ ഗൈസ്, ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് കൃത്യമായിട്ട് ഡെർമ റോളർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് മാൻമാറ്റസിന്റെ 0.5 mm തിക്നെസ് ഉള്ള ഡെർമ റോളർ ആണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് എന്നുള്ളതാണ്. അതായത് ഇതിന്റെ കൂടെ തന്നെ ഒരു സാനിറ്റൈസറിന്റെ ബോട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു സാനിറ്റൈസറിന്റെ ബോട്ടിൽ വാങ്ങിക്കുക. അപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ നമ്മുടെ ശരീരത്തിൽ മൈക്രോ ഇഞ്ചറീസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇതിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഒരു പക്ഷേ സാനിറ്റൈസർ ഇല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇത് കഴുകുക. യൂസ് ചെയ്യുന്നതിന് മുന്നേ യൂസ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ബോക്സിൽ തന്നെ എപ്പോഴും ഇട്ട് വെക്കാൻ ശ്രമിക്കുക. ഓപ്പൺ എയറിൽ വെക്കരുത്. അപ്പോൾ അത് നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ സ്റ്റെറിലൈസ് ഒക്കെ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു ഫിംഗർ വെക്കാനുള്ള ഒരു പൊസിഷൻ കാണാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പിടിക്കുന്നത്. അങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നെറ്റിയിലായിരിക്കും നമ്മൾ മിക്കവാറും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഏരിയയ്ക്ക് ഫോക്കസ് ചെയ്യുക. നമ്മൾ ഒരു ആംഗിളിൽ നിന്ന് നമ്മളൊരു 10 പ്രാവശ്യം ചെയ്യുന്നു. അതായത് ഇവിടെ മാത്രം ചെറിയ പ്രഷറേ കൊടുക്കുന്നുള്ളൂ, ഓവറായി പ്രഷർ കൊടുക്കരുത്. ഒരു മിനിമലിസ്റ്റിക് ആയിട്ട് പ്രഷർ കൊടുക്കുക. അങ്ങനെ 10 പ്രാവശ്യം റോൾ ചെയ്തതിന് ശേഷം നമ്മൾ ആംഗിൾ ഒന്ന് മാറ്റി പിടിക്കുന്നു. ഇത് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ ഒരു ആംഗിൾ കൂടെ പിടിച്ച് ചെയ്യുന്നു. ഏറെക്കുറെ ഒരു സെയിം ആംഗിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മാറ്റി പിടിക്കുക. ഇങ്ങനെ പിടിക്കുന്നു, നമ്മൾ ഇങ്ങനെ പിടിക്കുന്നു, കുറച്ച് ഡയഗണലായിട്ട് പിടിക്കുന്നു. അങ്ങനെ നമ്മൾ 3 ആംഗിളിൽ നിന്ന് നമ്മൾ 10 ടൈംസ് മിനിമം എന്നുള്ള രീതിക്ക് ചെയ്യുന്നു. പിന്നെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്യാം വേണമെങ്കിൽ. അതിനുശേഷം രണ്ടാമത്തെ ആംഗിൾ ഇങ്ങനെ ചെയ്യാം, മൂന്നാമത്തെ ആംഗിൾ ഇങ്ങനെ ചെയ്യാം. അങ്ങനെ 3 ആംഗിൾസ് ഒരു ഏരിയയിലോട്ട് 3 ആംഗിൾസ് ഫേസ് ചെയ്ത് 3 ആംഗിൾസ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് 10 ടൈംസ് പെർ ആംഗിൾ എന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്. പിന്നെ എത്ര ഓഫൺ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കിലി വൺസ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാനൊരു സാറ്റർഡേ എല്ലാ സാറ്റർഡേ നൈറ്റ് ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നൈറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നൈറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം അത് മൈക്രോ ഇഞ്ചുറീസ് വരുമല്ലോ. മൈക്രോ ഇഞ്ചുറീസ് ആണല്ലോ വരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പൊടി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നൈറ്റ് ഞാൻ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഞാനത് ചെയ്യാറ്. പിന്നെ അതിന് ശേഷം പലരും സെറംസ് കാര്യങ്ങളൊക്കെ ഒരു 15 മിനിറ്റിന് ശേഷം വേണമെങ്കിൽ സെറംസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം മതി. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാസമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ റോൾ ചെയ്ത ഏരിയാസിൽ നിങ്ങൾക്ക് ബേബി ഹെയർസ് ചെറുതായിട്ട് ഇങ്ങനെ കണ്ടു തുടങ്ങും. ആ ഹെയർസ് പിന്നീട് പതിയെ തിക്നെസ് വന്ന് നമ്മുടെ നോർമൽ ഹെയറിൻ്റെ തിക്നെസ്സിലോട്ട് എത്തും. അങ്ങനെയാണ് നമ്മുടെ പുതിയ ഹെയർസ് ഡെർമ റോളർ യൂസ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഡെർമ റോളറിൻ്റെ കാര്യം യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനും ചെറിയ തിക്നെസ് ഉള്ളത് അവൈലബിൾ ആണ്. 0.25 mm ഒക്കെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു വീക്കിലി നമുക്ക് 2-3 തവണയൊക്കെ അത് യൂസ് ചെയ്യേണ്ടി വരും. കാരണം അത് കുറച്ചുകൂടെ ചെറിയ മൈക്രോ ഇഞ്ചുറീസ് ആണ് അതിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇത് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ബേബി ഹെയർസ് വന്നു തുടങ്ങിയത്. ഇങ്ങനെയാണ് ഡെർമ റോളർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനിയും നമ്മൾ ഇതുപോലെ ഹെയറിൻ്റെ സ്കിന്നിൻ്റെ ആയിരിക്കും ടോപ്പിക്സ് ആയിരിക്കും പറഞ്ഞു പോകുക. അപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഒരു അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും